കാസർഗോഡ് കുളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. വനംവകുപ്പ് അധികൃതർ മയക്കുവെടി വെക്കുന്നതിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. മയക്കുവെടി കൊണ്ടതായി അധികൃതർ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് ജനവാസ മേഖലയിൽ പുലി കുടുങ്ങിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് പുലി തുരങ്കത്തിൽ കുടുങ്ങിയ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായത്. ഈ വനംവകുപ്പ് വെച്ച മയക്കുവെടി വെച്ചത് പുലിക്ക് കൊണ്ടു എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ പുലി രക്ഷപ്പെടാൻ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് ജനവാസ മേഖലയാണോ? ഹരിത, ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ പുലി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിൽ കൊളത്തൂർ മടന്തക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഒരു തുരങ്കത്തിനുള്ളിൽ പുലി കുടുങ്ങിയത്. അതായത് കാസർഗോഡ് ജില്ലയിൽ ഈ വെള്ളം എടുക്കുന്നത് ഈ തുരങ്കത്തിൽ നിന്നാണ്. ഈ തുരങ്കത്തിൽ മറ്റ് ജീവികളും പന്നികളും ഒക്കെ കയറാതിരിക്കാൻ വേണ്ടി കെണി വെക്കുന്ന ഒരു പതിവുമുണ്ട്. ഈ കെണിയിൽ ഇന്നലെ പുലി കുടുങ്ങുകയായിരുന്നു. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമവും അതിനുശേഷം കാട്ടിലേക്ക് അയക്കാമെന്നൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മയക്കുവെടി വെച്ചതിന് ശേഷം ഈ പുലി ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ജനവാസ മേഖലയിലേക്കാണോ പോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വനംവകുപ്പിനൊരു ധാരണക്കുറവുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് ഈ പുലിക്ക് വേണ്ടി ഇപ്പോൾ ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരോടും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകളോട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശപ്രകാരം വനംവകുപ്പ് നൽകുന്ന ഒരു സൂചന ഇങ്ങനെയാണ്. ഇത്തരത്തിൽ വനംവകുപ്പ് നൽകുന്ന ഒരു സൂചന ഇപ്രകാരമാണ്. അതായത് ഈ പുലി ഈ പരിസരങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം മയക്കുവെടി ഇതിന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം. അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കണമെന്നുള്ള പ്രത്യേക നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തായാലും കാസർഗോഡ് കൊളത്തൂരിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഈ പുലികൾ കൂടുതലായിട്ടുണ്ട്. അതായത് ഒന്നിലേറെ പുലികൾ ഉള്ളതായിട്ടാണ് ഈ സമീപവാസികളും പ്രദേശവാസികളും പറയുന്നത്. ഇത്തരത്തിൽ പുലിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ CCTV ദൃശ്യങ്ങളിലൊക്കെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം കൂട് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കെണിയിൽ ഈ പുലി കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത്. എന്തായാലും RRT ടീമൊക്കെ ഇവിടെ സജ്ജരായി നിൽപ്പുണ്ട്. ഇത്തരത്തിൽ ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ഒരു സജ്ജമായിട്ടുള്ള ഒരു ടീമാണ് ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. ഹരിത.